ഇന്ന് നമുക്ക് റുമാലി റൊട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചപ്പാത്തി പോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റൊട്ടിയാണിത്. എന്നാൽ ചപ്പാത്തിയേക്കാൾ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമാണ് ഈ റൊട്ടി. വളരെ തിന്നായിട്ടുള്ള ഈ റൊട്ടി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ, 1 കപ്പ് ആട്ട എന്നിവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് മൈദയിൽ ഇത് ചെയ്യാം. അധികവും ഈ റൊട്ടി മൈദയിലാണ് ചെയ്യുക. പക്ഷേ ഞാനിവിടെ 1 കപ്പ് ആട്ട 1 കപ്പ് മൈദയായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പും ഓയിലും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം, വെളിച്ചെണ്ണ ചേർക്കരുത്. ബാക്കി ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ചേർത്താൽ മതി. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിന് പാല് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ 1 കപ്പോളം പാൽ എടുത്തിട്ടുണ്ട്. പക്ഷേ 1 കപ്പോളം പാലിൻ്റെ ആവശ്യം വരില്ല. നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന പാലെടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മാവ് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. പക്ഷേ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് മാവായിരിക്കും. കാരണം നമ്മൾ പാല് ചേർത്ത് കുഴക്കുന്നത് കൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ലവണ്ണം കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കൂടി ഓയിൽ ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിങ്ങനെ കുഴക്കുന്ന സമയത്ത് മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് തവണ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വെറ്റ് ക്ലോത്ത് വെച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം ഈ മാവ് കുഴക്കുന്നോ അത്രയും നമ്മുടെ റൊട്ടി സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ നമ്മുടെ ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഒരു ബോളിനേക്കാൾ ചെറിയൊരു ബോളായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഒരു റൊട്ടി വളരെ തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തീൻ്റെ ആ ഒരു സൈസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാൾ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് പരത്തിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അതുപോലെ ആവശ്യത്തിന് മൈദ ചേർത്ത് പരത്തിയെടുക്കാം. മൈദ ചേർക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഞാനിത് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലുള്ള മൈദ ഇതുപോലെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് റോളിംഗ് പിന്നിൽ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കടായിയുടെ അടിവശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ റൊട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കടായിയുടെ അടിഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കടായി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പ് വെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉപ്പ് വെള്ളം നമുക്ക് ഈ ഒരു ചൂടുള്ള കടായിയുടെ മുകളിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കടായി നല്ല ചൂടുണ്ടായിരിക്കണം. എങ്കിലും മാത്രമേ റൊട്ടി നന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഈ റൊട്ടി ചുട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വരും. നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു റൊട്ടി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. തുണി വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിടാം.
നമ്മൾ ഓരോ റൊട്ടിയായിട്ട് ചുട്ടെടുത്താൽ മതി. അതായത് ഒരു റൊട്ടി പരത്തിയിട്ട് ചുട്ടെടുത്തതിന് ശേഷം മറ്റേത് പരത്തി ചുട്ടെടുക്കാം. ആ സമയത്തേക്ക് നമ്മുടെ കടായി നന്നായിട്ട് ചൂടായിട്ട് വരും. കാരണം നല്ല ചൂടുള്ള കടായിൽ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ റൊട്ടി നന്നായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണിത്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് മുഴുവൻ റൊട്ടിയും ചുട്ടെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.